അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് മേത്തി പൂരിയും പിന്നെ ഗ്രീൻ പീസ് കറി നോർത്ത് ഇന്ത്യൻ രീതിയിൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി കടയിൽ കിട്ടില്ലേ, പെട്ടെന്ന് വേവുന്ന ഗ്രീൻ പീസ് അതാണിത്. അപ്പോൾ അതൊരു 5 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അത് വേവും. ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, കാരണം തിളച്ച് വന്നപ്പോൾ ഉപ്പിട്ടിട്ടാണിത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന തലേദിവസം കുതിർത്ത ഗ്രീൻ പീസാണെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ ഇരുന്നിട്ട് 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് പാകത്തിന് വേവും. ഇതിപ്പോൾ ഇങ്ങനത്തെ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും, കുക്കറിലിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, പക്ഷേ വെളിച്ചെണ്ണ വേണ്ട. അതൊഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. അത് നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ എല്ലാ പച്ചമണമൊന്നും മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളൊരു വലിയ സവോളയാണ് കനം കുറച്ചരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവോള ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇത് വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 എണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഏകദേശം 100 ഗ്രാം ഉണ്ടായിരിക്കും. ഇനി നമ്മളിതൊന്നിങ്ങനെ വഴന്ന് വരണം. സാധാരണ നമ്മൾ മസാലക്കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ വഴറ്റുക. ഒരുവിധം സവോള ബ്രൗൺ കളറായി തുടങ്ങുന്ന പാകം, നന്നായി ബ്രൗൺ ആവണ്ട. ആ സമയത്ത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി, ജീരകപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് പൊടി വെച്ചിട്ട് ഇതിൽ ചേർത്തത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി പെട്ടെന്ന് അത് മൂത്ത് വരും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇങ്ങനെ ഉടഞ്ഞ് ചേരേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് തക്കാളി കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് മിക്സിയിൽ അരച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അതുപോലെ ഈ മസാല അങ്ങനെ തന്നെ തണുത്താൽ അരച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും പാനിൽ വഴറ്റിയിട്ട് ഗ്രീൻ പീസ് ചേർത്തിട്ട് ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. അതോ പിന്നെ നമ്മൾ മസാല തണുക്കാൻ കാത്തിരിക്കണം, പിന്നെ അത് അരച്ച് പിന്നെ വീണ്ടും വഴറ്റണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ അണ്ടിപ്പരിപ്പോ ഒക്കെ അരച്ച് ചേർക്കേണ്ടവർക്കൊക്കെ ചേർക്കാം, അപ്പോഴൊക്കെ ടേസ്റ്റ് മാറും. പക്ഷെ ഇത് ഈ പൂരിക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലിൽ കാഷ്നട്ട് അരച്ചതോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് തിളച്ച് ഗ്രീൻ പീസിൽ ഈ മസാലയെല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. മല്ലിയില സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി, പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാല കറി വളരെ എളുപ്പത്തിൽ റെഡിയായി. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 സ്പൂൺ ഗോതമ്പ് പൊടിക്ക് 3 സ്പൂൺ മൈദ, 2 സ്പൂൺ വീതം റവയും അരിപ്പൊടിയുമാണ് നമ്മൾ ഈ പൂരി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നിറച്ച് പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ മേത്തി പൂരിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിയുടെ നിന്ന് കുറച്ചൊരു വ്യത്യാസത്തിലാണ് നമ്മൾ മേത്തി പൂരി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മിക്സ് ചെയ്യുന്നത് ശരിയാവണമെന്നില്ല. അപ്പോൾ ആദ്യം പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇളം ചൂടുവെള്ളമാണ് നല്ലത്. ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ സാധാരണ പൂരിക്ക് കുഴച്ചെടുക്കുന്ന പോലെ, കാരണം ഒരുപാട് വെള്ളം കൂടുകയും ചെയ്യരുത്, വളരെ വെള്ളം കുറച്ചും ആവരുത്. ഒരുപാട് വെള്ളം കൂടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കും. വളരെ വെള്ളം കുറഞ്ഞാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂരി പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഏത് ഓയിലാണോ പൂരി വറുക്കുന്നത് ആ ഓയിൽ കുറച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഈ മാവ് സോഫ്റ്റ് ആക്കുക. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂരി വറുത്ത് വന്നിട്ട് തണുത്താലും നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. അതാണ് നമ്മൾ എണ്ണ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്നതിലാണ് കാര്യം. ഇനി നമുക്കിതൊരു 10 മിനിറ്റോടെ വെക്കട്ടെ. അതിനുശേഷം നമുക്കിത് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം.
അത് പൊടി ചേർക്കണ്ട. പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ പൊടി കലർന്നിട്ട് പെട്ടെന്ന് എണ്ണ കറുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിൽ ചേർത്തിട്ട് അതിൽ മതി നമ്മൾക്ക് ഇത് പരത്തിയെടുക്കുന്നത്. അതാണ് എപ്പോഴും പൂരിക്ക് നല്ലത്. എണ്ണയിൽ വറുക്കുന്ന സാധനങ്ങളൊക്കെ പൊടി ചേർത്തിട്ട് നമ്മളാക്കി കഴിഞ്ഞാൽ പൊടി പിന്നീട് നന്നായി തട്ടി കളഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടികൾ മുഴുവൻ എണ്ണയിൽ കരിയും. പിന്നെ നമ്മൾ വറുത്ത് കോരുമ്പോൾ അതുമ്മ പിടിക്കും, പിന്നെ എണ്ണയുടെ കളറ് മാറും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാവുമ്പോൾ അതൊന്നുമില്ല. നമ്മൾ അവസാനത്തെ പൂരി ഉണ്ടാക്കി കഴിയുന്നത് വരയ്ക്കും എണ്ണയുടെ കളറ് മാറില്ല, കാരണം എണ്ണയിലേക്കൊന്നും കലരാനില്ലല്ലോ. പിന്നെ നല്ലോണം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് വേണം എപ്പോഴും പൂരി ഇടാം. ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവി പൊന്തണതല്ല, എന്നാലും എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം, അല്ലെങ്കിലൊക്കെ എണ്ണ കുടിക്കും നമ്മുടെ പൂരി. പിന്നെ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ എണ്ണയിലിടുക, ഇങ്ങനെ പൊന്തി വരും. ചിലത് ഒറ്റപ്പോളയാവും, ചിലത് അങ്ങനെ ആവില്ല. എല്ലാതും അങ്ങനെ ആവണമെന്നൊന്നും നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. എന്നാലും ഒരുവിധം എല്ലാതും ഒറ്റപ്പോളയായിട്ട് തന്നെ വരും. അങ്ങനെ നമ്മളത് കോരി മാറ്റുക. ഒരു ചെറുതായിട്ടൊരു ചുവപ്പ് കളറിൽ കോരിയെടുക്കണം, അപ്പോഴാണ് കഴിക്കാനിത് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പൂരി റെഡിയായി, കറിയും റെഡിയായി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മേത്തി പൂരിയും പിന്നെ ഗ്രീൻ പീസ് മസാല കറിയുമാണ്. കാരണം ഇതിന് നമുക്ക് തേങ്ങയോ പിന്നെ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ഇനി നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ജീരകപ്പൊടിയും കസൂരി മേത്തിയൊക്കെ ഒഴിവാക്കി പിന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ പകരം വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റി ഉണ്ടാക്കാം. പക്ഷെ എന്നാൽ നമുക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കറിയും പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്.